ഒരുങ്ങി ഇറങ്ങിയെങ്കിലും ലേറ്റ് ആയി പോയതുകൊണ്ട് കർവ് കാണിക്കുന്നത് മുഖത്ത് കാണാനേ. ഭാഗ്യത്തിന് മൊത്തത്തിൽ പരിപാടികൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചെത്തിയ നല്ലൊരു പരിപാടിയിൽ ഞാൻ മാത്രം ബ്ലാക്ക്. അങ്ങനെ എൻ്റെ പ്രിയ കൂട്ടുകാരിയായ ആഷിയുടെ ബേബിയുടെ മാമോദീസ ചടങ്ങിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നാട്ടിക്കരുതെന്ന് ഇപ്പം എടുത്തെടുത്ത് പറഞ്ഞെങ്കിലും പണ്ടേ പറഞ്ഞാൽ കേൾക്കുന്ന ശീലം എനിക്കില്ല. അവിടുന്ന് നേരെ റിസപ്ഷൻ എത്തി. അവിടെ അമ്മയും വിദ്യയൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മാർത്ത ബേബിയും ആഷിയും ഈപ്പനും എൻട്രി ചെയ്തു. പരിപാടി ഗംഭീരമായിരുന്നെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ ഫുഡിലായിരുന്നു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ട ഒരു ആക്രാന്തം അവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. പാവം പാവം.